ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വരുന്ന ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. നിങ്ങളുടെ യൂണിറ്റിൻ്റെ പേര് വരുന്നത് ഓഫ് മെനി ഹ്യൂസ് എന്നാണ്. എന്താണ് ഓഫ് മെനി ഹ്യൂസ് എന്ന് പറഞ്ഞാൽ? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല നിറങ്ങൾ, പല സംസ്കാരങ്ങൾ, പല ജീവിത രീതികൾ, പല ഭാവങ്ങൾ എന്നൊക്കെയാണ്. നമ്മുടെ ലോകത്ത് ഒരേ രീതിയിലുള്ള ആളുകൾ മാത്രമല്ല, മറിച്ച് വ്യത്യസ്ത ഭാഷകളും വേഷങ്ങളും കലാരൂപങ്ങളും ജീവിത ശൈലികളുമുള്ള മനുഷ്യരാലാണ് മനോഹരമാക്കുന്നത്, അല്ലേ? വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത സ്വഭാവവും രൂപവും ഒക്കെയുള്ള ആളുകളാണ് നമ്മുടെ ഈ ലോകത്ത് ഉള്ളത്. വ്യത്യസ്ത രീതിയിലുള്ള ആളുകൾ ചേരുമ്പോഴാണ് നമ്മുടെ ലോകം ഏറ്റവും മനോഹരമാകുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ നൽകിയിട്ടുണ്ട്, നോക്കിക്കേ. ഈ ചിത്രത്തിൽ വൈവിധ്യമാർന്ന ലോകത്തിൻ്റെ മനോഹാരിത നമുക്ക് കാണാൻ കഴിയും. ചിത്രത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും കലാരൂപങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പല രൂപങ്ങളും കാണാം. ഒരിടത്ത് പരമ്പരാഗത വേഷധാരണം, മറ്റൊരിടത്ത് സംഗീതം, മറ്റൊരിടത്ത് നൃത്തം, മറ്റൊരിടത്ത് ചരിത്രവും കലയും കാണാം. ഇവയെല്ലാം കൂടി ലോകം ഒരു നിറം മാത്രം ഉള്ളതല്ല, മറിച്ച് പല നിറങ്ങളാലും പല സംസ്കാരങ്ങളാലും സമ്പന്നമായ ഒന്നാണ് എന്ന് ഈ ചിത്രം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രം ഓഫ് മെനി ഹ്യൂസ് എന്ന യൂണിറ്റിൻ്റെ ആശയത്തെ വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. താഴെ നിങ്ങൾക്കൊരു കോട്ട് നൽകിയിട്ടുണ്ട്. മായ ഏഞ്ചലുടെ ഒരു കോട്ടാണ്. ഇൻ ഡൈവേഴ്സിറ്റി ദർ ഈസ് ബ്യൂട്ടി ആൻഡ് ദർ ഈസ് സ്ട്രെങ്ത്. വൈവിധ്യത്തിലാണ് സൗന്ദര്യവും ശക്തിയും ഉള്ളത്. അതായത് നമ്മുടെ ലോകം എന്ന് പറയുന്നത് വ്യത്യസ്തതകൾ നിറഞ്ഞതാണ്, അല്ലേ? ഈ വ്യത്യസ്തതകളാണ് നമ്മുടെ ലോകത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് എന്ന ആശയമാണ്. നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റുഡൻസിനെ കാണാം. അവരെന്താണ് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദി ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് ചെയ്യുന്നത്? അവർ ഗ്ലോബിനെ നോക്കി എന്തോ ഡിസ്കസ് ചെയ്യുകയാണ്, അല്ലേ? ഗ്ലോബ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ചർച്ച അവിടെ നടക്കുകയാണ്. അവിടെ എഴുതാം, ദേ ആർ ലുക്കിംഗ് അറ്റ് ദി ഗ്ലോബ് ആൻഡ് ഡിസ്കസിങ് സംതിങ്. അവിടെ താഴെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി കാണാം. ഡു യു തിങ്ക് ദി ചിൽഡ്രൻ ആർ ഫ്രം ദി സെയിം കൺട്രി? ഇവിടെയുള്ള സ്റ്റുഡൻസ് എല്ലാം ഒരേ രാജ്യത്തിൽ നിന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, നോ, അല്ലേ? കാരണം എന്താണ്? ബിക്കോസ് ദേ ആർ ലുക്കിംഗ് ഡിഫറെൻറ്റ്. അവർ കാണാൻ വ്യത്യസ്തരാണ്, അവരുടെ നിറം ഒക്കെ വ്യത്യാസമുണ്ട്. സോ എന്താണ്, അവർ പല പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. നെക്സ്റ്റ് പേജ്. വെൻ യു മൂവ് ടു അനദർ കൺട്രി ദ ഫ്ലോ ഓഫ് ലൈഫ് ചേഞ്ചസ്. നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് മാറിയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഒഴുക്ക് മാറും, അല്ലേ? വാട്ട് കുഡ് ബി ദ ഡിഫറൻസ് യു മൈറ്റ് ഫീൽ വെൻ യു മൂവ് ടു എ ന്യൂ പ്ലേസ്? നിങ്ങളൊരു പുതിയ സ്ഥലത്തേക്ക് മാറിയാൽ നിങ്ങൾക്ക് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് അനുഭവപ്പെടുക? ഹിയർ ഈസ് എ സ്റ്റോറി ഓഫ് ഗേൾ ഹു മൂവ്ഡ് ടു എ ന്യൂ കൺട്രി. നിങ്ങൾക്ക് പുതിയൊരു രാജ്യത്തേക്ക് മാറിയ ഒരു കുട്ടിയുടെ, ഒരു ഗേളിൻ്റെ കഥയാണ്. ദ പ്ലേസ് വാസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വേർ ഷീ യൂസ്ഡ് ടു ലിവ് ബിഫോർ. അവൾ മുന്നേ ജീവിച്ചിരുന്ന സ്ഥലത്തേക്കാളും ഒരുപാട് വ്യത്യാസമുള്ള സ്ഥലത്താണ് അവൾ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ പേര് വരുന്നത് നെയിംസ് ആൻഡ് നെയിംസ് എന്നാണ്. കുഞ്ഞിച്ചിരുത stood at the gate. കുഞ്ഞിച്ചിരുത ഗേറ്റിൻ്റെ അടുത്ത് നിന്നു. ഗേസിങ് at the street. റോഡിലേക്ക്, തെരുവിലേക്ക് നോക്കിക്കൊണ്ട്. ഗേസിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റ നോക്കുക, ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുക എന്നാണ്. സോ ഇവിടെ കുഞ്ഞിച്ചിരുത ഗേറ്റിന് സമീപമായിട്ട് അവിടെ സ്ട്രീറ്റിലേക്ക്, തെരുവിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഷീ ലവ്ഡ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡിസ്ട്രിയൻസ്. അവൾക്ക് ഇങ്ങനെ വെഹിക്കിൾസ് ഇങ്ങനെ പോകുന്നതും വഴിയാത്രക്കാർ പോകുന്നതും കാണാൻ ഇഷ്ടമാണ്. പെഡിസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരാണ്. ഇറ്റ് വാസ് ദി എൻഡ് ഓഫ് വിൻ്റർ. അത് വിൻ്ററിൻ്റെ അവസാന കാലമായിരുന്നു. ദ എയർ വാസ് വാർമിംഗ് അപ്പ്. വായു ചൂടായി തുടങ്ങുകയായിരുന്നു. അതായത് കാലാവസ്ഥ എന്താണ്? ചൂടായി മാറുകയായിരുന്നു. ബട്ട് ദർ വാസ് സ്റ്റിൽ ദി ഒക്കേഷണൽ കോൾഡ് വിൻഡ്. പക്ഷെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തണുത്ത കാറ്റുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് ബീൻ എ കോൾഡ് വിൻ്റർ ഇൻ ന്യൂ ജേഴ്സി. ന്യൂ ജേഴ്സിയിൽ അത് വളരെ തണുത്തൊരു വിൻ്റർ കാലമായിരുന്നു. ഇറ്റ് വാസ് ഓൺലി 5 ബട്ട് നൈറ്റ് ഹാഡ് ഫാളൻ. 5 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷെ അപ്പോഴേക്കും എന്താണ്? രാത്രിയായി. ചില രാജ്യങ്ങളിൽ സമയവ്യത്യാസം ഉണ്ടല്ലേ? ചില കാലങ്ങളിൽ ചില സീസണിൽ അവിടുത്തെ ടൈം വ്യത്യാസമായിരിക്കും. അതായത് ഡേ കൂടുതലായിരിക്കും, നൈറ്റ് കുറവായിരിക്കും. അങ്ങനെ ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ എങ്ങനെയാണ്?
നൈറ്റ് ആവണമെങ്കിൽ ഒരു 6:30 to 7 o'clock ആകുമ്പോഴാണ് നൈറ്റ് ആവുക. പക്ഷേ ഇവിടെ ന്യൂജേഴ്സിയിൽ പറയാണ് 5 o'clock ആയപ്പോഴേക്കും എന്താണ്, രാത്രിയായി. സൈഡിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. വാട്ട് ഡിഡ് കുഞ്ഞു ചിരുത ലവ് ഡൂയിങ് അറ്റ് ദി ഗേറ്റ്? അവൾക്ക് ഗേറ്റിൽ നിന്നുകൊണ്ട് കുഞ്ഞു ചിരുതയ്ക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം? അത് കൃത്യമായിട്ട് ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഷീ ലവ്ഡ് ടു ലുക്ക് അറ്റ് പാസിംഗ് വെഹിക്കിൾസ് ആൻഡ് പെഡിസ്ട്രിയൻസ്. യാത്രക്കാരെയും പോകുന്ന വണ്ടികളെയും വാഹനങ്ങളെയും നോക്കി നിൽക്കാനാണ് അവൾക്കിഷ്ടം. അതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദി ക്ലൈമറ്റ് ലൈക്ക്? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയായിരുന്നു? അവിടെ ഇറ്റ് വാസ് ദി എൻഡ് ഓഫ് വിന്റർ, അത് വിന്ററിന്റെ അവസാനമായിരുന്നു. ദെയർ വാസ് വാമിംഗ് അപ്പ്, വായു ചൂടാവുന്നുണ്ട്, അതായത് കുറച്ച് ചൂട് വരുന്നുണ്ട്. ബട്ട് ദെയർ വാസ് സ്റ്റിൽ ദി ഒക്കേഷണൽ കോൾഡ് വിൻഡ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ആൻസർ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ദി വേരിയിങ് ലെങ്ത് ഓഫ് ഡേ ആൻഡ് നൈറ്റ് അക്രോസ് സീസൺസ് ഹാഡ് പസിൽഡ് കുഞ്ഞു ചിരുത. കാലാവസ്ഥ മാറ്റം അനുസരിച്ച് പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം മാറുന്നത് കുഞ്ഞു ചിരുതയെ ആശയക്കുഴപ്പത്തിലാക്കി. കാരണം കുഞ്ഞു ചിരുത ഒരു ഇന്ത്യക്കാരിയാണ്. നമുക്കിവിടെ എല്ലാ സീസൺസിലും ഏകദേശം ഒരേ ടൈമിലാണല്ലേ, ഒരേ ഒരു അളവാണ്, ഒരേ ഒരു സമയമാണ് പകലും രാത്രിയും ഉണ്ടാകുക. പക്ഷെ ന്യൂജേഴ്സിയിൽ അങ്ങനെയല്ല, കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യവും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് അവളെ അത്ഭുതപ്പെടുത്തി. വാരിയിങ് എന്ന വേർഡിൻ്റെ മലയാളം വരുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന എന്നാണ്. പസിൽഡ് എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പത്തിലാക്കി, ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കിയെന്ന്. വെൻ ഷീ അറൈവ്ഡ് ഇൻ ജൂലൈ ദി സൺ സെറ്റ് ഓൺലി അറ്റ് 8:30. അവൾ ജൂലൈയിലാണ് വന്നത്. അവൾ വന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുക 8:30-ക്കാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മളിവിടെ 8:30 സമയമാകുമ്പോഴാണ് രാത്രി ആവുന്നത്. അത് നമ്മളെ അത്ഭുതപ്പെടുത്തും അല്ലേ? അതുപോലെയാണ് അവൾക്കും. അവൾ ജൂലൈയിൽ എത്തിയ സമയത്ത് 8:30 ആകുമ്പോഴാണ് രാത്രി ആവുന്നത്, സൂര്യൻ അസ്തമിക്കുന്നത്. ദ ഡേ വാസ് മോർ ദാൻ 15 hours ലോങ്. പകൽ സമയം എത്രയാണ്? 15 മണിക്കൂറോളം ഉണ്ടായിരുന്നു. Now the sun set a little before 5 and the day lasted only little less than 10 hours. ഇപ്പോൾ അവിടെ 5 മണി ആകുന്നതിൻ്റെ തൊട്ട് മുൻപേ ആയിട്ട് സൂര്യൻ അസ്തമിക്കും. പകൽ സമയം ഒരു 10 മണിക്കൂറിൽ കുറവാണുള്ളത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് കുഞ്ഞു ചിരുത പസിൽ അബൌട്ട് ദി വാരിയിങ് ലെങ്ത് ഓഫ് ദി ഡേ ആൻഡ് നൈറ്റ്? പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്തുകൊണ്ടാണ് കുഞ്ഞു ചിരുതയെ ആശയക്കുഴപ്പത്തിലാക്കിയത്? കാരണം അവിടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അവൾ ജൂലൈയിൽ വന്ന സമയത്ത് പകൽ സമയം കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്താണ്, കുറച്ച് മാത്രമേ ഉള്ളൂ. സോ അത് എഴുതി കൊടുക്കാം. കുഞ്ഞു ചിരുത പസിൽഡ് അബൌട്ട് ഇറ്റ് because the length of the day and night changed from season to season. In July the day was very long, but now it had become much shorter. പക്ഷെ ഇപ്പോൾ അത് കുറവാണ്. ഇതാണ് ആൻസർ. ഫസ്റ്റ് പേജ് നമ്മൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ പേജിലെ കുറച്ച് വേർഡ്സും അതിൻ്റെ മലയാളം മീനിങ്ങും ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ ഇവിടെ വേർഡ്സിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ കുഞ്ഞു ചിരുത, ആരോ കുഞ്ഞു ചിരുതനെ വിളിക്കുകയാണ്. പക്ഷെ തെറ്റായിട്ടാണല്ലേ അവിടെ എഴുതിയിട്ടുള്ളത്. തെറ്റായിട്ടാണ്, അവളുടെ പേര് തെറ്റായിട്ട് ഉച്ചരിച്ചാണ് ആരോ വിളിക്കുന്നത്. കുഞ്ഞു ചിരുത വാസ് സ്റ്റാർട്ടിൽഡ്. കുഞ്ഞു ചിരുത പെട്ടെന്ന് നെട്ടിപ്പോയി. സ്റ്റാർട്ടിൽഡ് എന്ന് പറഞ്ഞാൽ നെട്ടിപ്പോയി. ദാറ്റ് വാസ് കേറ്റ്. അത് കേറ്റ് ആയിരുന്നു. കേറ്റ് ആണ് അവളെ വിളിച്ചത്. ഹെർ ക്ലാസ്മേറ്റ്. കേറ്റ് അവളുടെ ക്ലാസ്മേറ്റ് ആണ്, ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഷീ ലിവ്ഡ് ജസ്റ്റ് അക്രോസ് ദി സ്ട്രീറ്റ്. ഈ റോഡിന് മറുവശത്താണ് അവൾ താമസിക്കുന്നത്. അപ്പോൾ എന്താണ്, കേറ്റ് എന്താണ്, ഒരു ന്യൂജേഴ്സിക്കാരിയാണ് അല്ലേ, ന്യൂജേഴ്സിയിലുള്ള ആളാണ് കേറ്റ്. ഓ നോട്ട് അഗെയിൻ, കുഞ്ഞു ചിരുത സെഡ് ടു ഹെർസെൽഫ് അണ്ടർ ഹെർ. വീണ്ടും ഇങ്ങനെയോ എന്ന് കുഞ്ഞു ചിരുത അവളോട് തന്നെ നല്ല പതിയെ പറഞ്ഞു. വെൻ വിൽ ഷീ ലേൺ ടു പ്രൊനൗൺസ് മൈ നെയിം റൈറ്റ്? എപ്പോഴാണ് അവൾ എൻ്റെ പേര് നല്ല രീതിയിൽ തെറ്റാതെ ഉച്ചരിക്കാൻ പഠിക്കുക? ഇവിടെ സൈഡിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാം. വൈ വാസ് കുഞ്ഞു ചിരുത സ്റ്റാർട്ടിൽഡ്? എന്തുകൊണ്ടാണ് കുഞ്ഞു ചിരുത നെട്ടിപ്പോയത്? കേറ്റ് അവളെ പെട്ടെന്ന് വിളിച്ചപ്പോഴാണ് അല്ലേ. സോ ആൻസർ, കുഞ്ഞു ചിരുത വാസ് സ്റ്റാർട്ടിൽഡ് ബിക്കോസ് കേറ്റ് സഡൻലി കോൾഡ് ഔട്ട് ഹെർ നെയിം. ബാലൻസ് വായിക്കാം. ദിസ് വാസ് ഹെർ 6th month അറ്റ് സ്കൂൾ. സ്കൂളിലെ അവളുടെ 6ാമത്തെ മാസമാണ് ഇത്.
Back in Kerala, she had only learned some English rhymes at play school. കേരളത്തിലായിരുന്ന സമയത്ത് അവൾ പ്ലേ സ്കൂളിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷ് പാട്ടുകൾ മാത്രമാണ് അവൾ പഠിച്ചിരുന്നത്. ബട്ട് ഷീ ഹാഡ് പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് വിത്ത് എൻ അമേസിങ് സ്പീഡ്. പക്ഷേ ഇവിടെ നിന്ന് അവൾ ഇംഗ്ലീഷ് അത്ഭുതകരമായിട്ടുള്ള വേഗതയിൽ അവൾ പഠിച്ചെടുത്തു. ഇവിടെ പിക്ഡ് അപ്പ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിച്ചെടുത്തു എന്നാണ്. പിക്ഡ് അപ്പ് ഇംഗ്ലീഷ് പഠിച്ചെടുത്തു. വിത്ത് എൻ അമേസിങ് സ്പീഡ്, അത്ഭുതകരമായിട്ടുള്ള ഒരു വേഗതയിൽ. ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അവളുടെ ക്ലാസ്സിലുള്ള സഹപാഠികളും അധ്യാപകരും അവളോട് വളരെ കാരുണ്യമുള്ളവളും നല്ല സഹായിക്കാൻ മനസ്സുള്ളവരൊക്കെ ആയിരുന്നു. ഷീ ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ദി സ്കൂൾ. അവൾക്ക് സ്കൂളിൽ നിന്ന് എല്ലാവരെയും അപരിചിതരായിട്ട് തോന്നിയില്ല. സ്ട്രേഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ഒരാൾ, അതായത് അപരിചിതർ എന്ന് പറയും. അങ്ങനെ അറിയാത്ത ആ ഒരു ഫീല് അവൾക്ക് ഉണ്ടായിരുന്നില്ല. മിസ് ഹോപ്കിൻസ്, ഹു തോട്ട് മാത്തമാറ്റിക്സ് വെന്റ് ഔട്ട് ഓഫ് ദി വേ ടു മേക്ക് ഹെർ കംഫർട്ടബിൾ. മാത്തമാറ്റിക്സ് എടുക്കുന്ന മിസ് ഹോപ്കിൻസ് എന്ന ടീച്ചർ അവളെ ഒരു കംഫേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിച്ചിരുന്നു. ദ ഓൺലി തിങ് ദാറ്റ് അപ്സെറ്റ് ഹെർ വാസ് ദി വേ ഹെർ ക്ലാസ്മേറ്റ്സ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം. ഒരേ ഒരു കാര്യം അവളെ തളർത്തിയിരുന്നത് അത് അവളുടെ ക്ലാസ്സിലെ സഹപാഠികൾ അവളുടെ പേര് തെറ്റായിട്ട് ഉച്ചരിക്കുന്നതാണ്. മിസ് ഹോപ്കിൻസ് ഫൗണ്ട് ഹെർ നെയിം ഡിഫിക്കൽട്ട് ടു പ്രൊനൗൺസ്. അതായത് മിസ് ഹോപ്കിൻസ് പോലും അവളുടെ പേര് പറയാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഷീ ഡിഡ് ട്രൈ ടു, എന്നാലും അവർ ശ്രമിച്ചിരുന്നു. ട്രൈ ടു എന്ന് പറഞ്ഞാൽ എന്നാലും ശ്രമിച്ചിരുന്നു എന്നാണ്. ടു എന്ന വാക്ക് എന്നാലും എന്നാണ്. കാര്യമാണ് അവളെ സ്കൂളിൽ വിഷമിച്ചിരുന്നത്. അതായത് എല്ലാവരും അവളുടെ പേര് തെറ്റായിട്ടാണ് ഉച്ചരിച്ചിരുന്നത്. മിസ് ഹോപ്കിൻസ് പോലും അവളുടെ പേര് പറയാൻ ബുദ്ധിമുട്ടിയിരുന്നു, പക്ഷെ അവർ ശ്രമിക്കുമായിരുന്നു. ഷീ മാനേജ്ഡ് ടു ഗെറ്റ് ദി ലാസ്റ്റ് പാർട്ട് റൈറ്റ്. അവർക്ക് പേരിൻ്റെ അവസാന ഭാഗം ശരിയായി പറയാൻ കഴിഞ്ഞിരുന്നു. ബട്ട് ഷീ സ്റ്റിൽ ഫൗണ്ട് ദി ഫസ്റ്റ് പാർട്ട് എ ടങ് ട്വിസ്റ്റഡ്. പക്ഷേ അവർക്ക് പേരിൻ്റെ ആദ്യ ഭാഗം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഹായ് കേറ്റ്, കുഞ്ഞിച്ചിരുത വെയ്വ്ഡ് ബാക്ക്. അങ്ങനെ കുഞ്ഞിച്ചിരുത കേറ്റിനോട് ഹായ് പറഞ്ഞ് കൈ വീശി. വെയ്വ്ഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീശുന്നതിനാണ്. കേറ്റ് വാസ് ഗോയിങ് ഷോപ്പിംഗ് വിത്ത് ഹെർ ആൻറ്റ്. കേറ്റ് അവളുടെ ആൻറ്റിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോവുകയായിരുന്നു. There were 24 students in grade 1. ഗ്രേഡ് 1-ൽ 24 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞിച്ചിരുത വാസ് നോട്ട് ദി ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻറ്റ് ഇൻ ഹെർ ക്ലാസ്. അവളുടെ ക്ലാസ്സിൽ നോൺ അമേരിക്കൻ ആയിട്ടുള്ള ആകെ കുട്ടി കുഞ്ഞിച്ചിരുത മാത്രമല്ല. ഇൻ ഫാക്ട് നിയർലി ഹാഫ് ദി സ്റ്റുഡൻസ് ബിലോങ്ഡ് ടു ഇമിഗ്രൻ്റ് ഫാമിലീസ്. അതായത് ക്ലാസ്സിലുള്ള പകുതിയോളം കുട്ടികളും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരായിരുന്നു. ഇമിഗ്രൻ്റ് ഫാമിലീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന കുടുംബക്കാരാണ്. അവളുടെ ക്ലാസ്സിൽ അവൾ മാത്രമല്ല അമേരിക്കയിൽ നിന്ന് അല്ലാത്തത്. അവളുടെ ക്ലാസ്സിലുള്ള പകുതിയോളം കുട്ടികൾ എന്താണ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ഈ പേജിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാം. വൈ ഡിഡിൻറ്റ് കുഞ്ഞിച്ചിരുത ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് ഓൾ അറ്റ് ദി സ്കൂൾ. സ്കൂളിൽ അവൾക്ക് ആരെയും ഒരു അപരിചിതരായിട്ട് അറിയാത്തവരായിട്ട് തോന്നാത്തത് എന്തുകൊണ്ടാണ്? കാരണം അവളുടെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ അവളുടെ സഹപാഠികളൊക്കെ അവളോട് നല്ല സ്നേഹത്തോടെയും നല്ല സഹായിക്കാനുള്ള മനസ്സോടെയൊക്കെ ആയിരുന്നു പെരുമാറിയിരുന്നത്. അവളുടെ മാത്സ് ടീച്ചറായിട്ടുള്ള ഹോപ്കിൻസ് പോലും അവൾക്ക് കംഫേർട്ട് ആവാൻ വേണ്ടിയിട്ട് എന്ത് സഹായവും എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു, അല്ലേ? സോ ആൻസർ എഴുതാം. കുഞ്ഞിച്ചിരുത ഡിഡ് നോട്ട് ഫീൽ എ സ്ട്രേഞ്ചർ അറ്റ് സ്കൂൾ ബിക്കോസ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. മിസ് ഹോപ്കിൻസ് ആൾസോ ട്രൈഡ് ഹെർ ബെസ്റ്റ് ടു മേക്ക് ഹെർ കംഫർട്ടബിൾ. ഈ പേജിലുള്ള കുറച്ച് വേർഡ്സും അതിൻ്റെ മലയാള മീനിങ്ങും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കാം. There were students from Canada, Mexico, Italy, UAE, Egypt and China. അവിടെ കുട്ടികൾ ചൈനയിൽ നിന്നും ഈജിപ്തിൽ നിന്നും UAEയിൽ നിന്നും ഇറ്റലി, മെക്സിക്കോ, കാനഡ ഇവയിൽ നിന്നൊക്കെയുള്ള സ്റ്റുഡൻസ് കുട്ടികൾ ഉണ്ടായിരുന്നു. കുഞ്ഞിച്ചിരുത വാസ് ദി ഓൺലി ഇന്ത്യൻ. പക്ഷേ കുഞ്ഞിച്ചിരുത മാത്രമാണ് ഇന്ത്യക്കാരിയായിട്ടുള്ളത്. കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഓൺ ദി സ്ട്രീറ്റ്സ്. കുഞ്ഞിച്ചിരുത തെരുവിൽ പല ഇന്ത്യക്കാരെയും കണ്ടുമുട്ടിയിരുന്നു. കം അക്രോസ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടിയിരുന്നു എന്നാണ്. ഷീ ഹാഡ് എ പ്ലസന്റ് സർപ്രൈസ് വെൻ ഷീ മെറ്റ് പ്രകാശ്.
പ്രകാശിനെ കണ്ടുമുട്ടിയപ്പോൾ അവൾക്ക് അതിശയകരമായിട്ടുള്ള ഒരു സന്തോഷമുണ്ടായി. പ്രകാശ് റാൻ എ കൺഫെക്ഷനറി നിയർ ഹെർ സ്കൂൾ. പ്രകാശ് അവളുടെ സ്കൂളിൻ്റെ അടുത്ത് ഒരു മിഠായി കട നടത്തി വരികയായിരുന്നു. കോൺഫെക്ഷനറി എന്ന് പറഞ്ഞാൽ മിഠായി കട. കുഞ്ഞിച്ചിരുത തോട്ട് ഹി ലുക്ക്ഡ് റിമാർക്കബിളി ലൈക്ക് ഹെർ അങ്കിൾ ഹാരിഷ്. കുഞ്ഞിച്ചിരുതയ്ക്ക് പ്രകാശിനെ അവളുടെ അങ്കിൾ ഹാരിഷിനെ പോലെ തോന്നി. ഓൺലി പ്രകാശ് ലുക്ക്ഡ് എ ലോട്ട് ഓൾഡർ. പ്രകാശ് കുറച്ചുകൂടി പ്രായമുള്ളവനായിരുന്നു. ഓൾമോസ്റ്റ് ആസ് ഓൾഡ് ആസ് മുത്തശ്ശൻ, അതായത് ഒരു മുത്തശ്ശനെ പോലെ പ്രായമായിട്ടുള്ള ആളായിരുന്നു. ഹി ഹാഡ് ഗേസ്ഡ് ക്യൂരിയസ്ലി അറ്റ് ഹെർ. അദ്ദേഹം അവളെ ആദ്യം ഫസ്റ്റ് ഇങ്ങനെ നോക്കി, കൗതുകത്തോടെ നോക്കി. ഗേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഈ പേജിൽ പഠിച്ചിട്ടുള്ളതാണ്, നോക്കി എന്നാണ്. ഗേസ്ഡ് ക്യൂരിയസ്ലി, കൗതുകത്തോടെ ആശ്ചര്യത്തോടെ നോക്കി. ദി ഫസ്റ്റ് ടൈം ഷീ ബോട്ട് സം കാൻഡി ഫ്രം ദി സ്റ്റോർ. അവൾ ആദ്യമായിട്ട് കടയിൽ മിഠായി വാങ്ങാൻ പോയപ്പോൾ ഓൾ ഹെർ ക്ലാസ്മേറ്റ്സ് കോൾഡ് ഹിം മിസ്റ്റർ പ്രകാശ്. അവളുടെ സഹപാഠികളെല്ലാം മിസ്റ്റർ പ്രകാശ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് റൂഡ്. കുഞ്ഞിച്ചിരുത അത് മര്യാദക്കേടായി തോന്നി. ബാക്ക് ഹോം ഇൻ കേരള ഷീ വുഡ് ഹാവ് കോൾഡ് ഹിം പ്രകാശ് അങ്കിൾ. കേരളത്തിലെ വീട്ടിലായിരുന്നെങ്കിൽ അവൾ പ്രകാശിനെ എന്താണ് പ്രകാശ് അങ്കിൾ എന്നായിരിക്കും വിളിക്കുക. ദ നെക്സ്റ്റ് ടൈം ഷീ വെൻറ്റ് ടു ദി സ്റ്റോർ. അടുത്ത പ്രാവശ്യം അവൾ സ്റ്റോറിലേക്ക് പോയപ്പോൾ പ്രകാശ് പാറ്റഡ് ഹെർ അഫെക്ഷനേറ്റ്ലി ഓൺ ഹെർ ഹെഡ്. പ്രകാശ് സ്നേഹത്തോടെ അവളുടെ തലയിൽ ഇങ്ങനെ തട്ടിക്കൊടുത്തു. വാട്ട് ഡു പീപ്പിൾ കോൾ യു ഡിയർ? എന്താണ് ആൾക്കാരെ നിന്നെ വിളിക്കാറ്? കുഞ്ഞിച്ചിരുത. പ്രകാശ് ഐസ് വൈഡൻഡ്, അതായത് പ്രകാശിൻ്റെ കണ്ണുകൾ ഇങ്ങനെ വലുതായി. കുഞ്ഞിച്ചിരുത ഇങ്ങനെ ആശ്ചര്യത്തോടെ ഇങ്ങനെ കണ്ണിങ്ങനെ വലുതായി തുറക്കില്ല, അങ്ങനെയാണ്. എന്നിട്ട് ചോദിച്ചു കുഞ്ഞിച്ചിരുത ആണോ എന്ന്. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. കുഞ്ഞിച്ചിരുതക്ക് സന്തോഷമായി. ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷം. പ്രകാശ് അങ്കിൾ വാസ് ദി ഫസ്റ്റ് പേഴ്സൺ ഔട്ട്സൈഡ് ഹെർ ഫാമിലി ടു പ്രൊനൗൺസ് ഹെർ നെയിം പെർഫെക്റ്റ്ലി ഇൻ ന്യൂജേഴ്സി. അവളുടെ കുടുംബത്തിൽ നിന്നല്ലാത്ത ഒരാൾ ന്യൂജേഴ്സിയിൽ വെച്ച് ആദ്യമായിട്ടാണ് അവളുടെ പേര് കറക്റ്റായിട്ട് പറയുന്നത്. ഷീ നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം. അവൾ തല കുനിച്ച് സമ്മതിച്ച് അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. നോഡഡ് എന്ന് പറഞ്ഞാൽ തല കുനിക്കുക, ബീംഡ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ പുഞ്ചിരിക്കുക എന്നാണ്. ഈ പേജിൽ ഇത്രയുമാണ് പറയുന്നത്. നമുക്കിനി ഈ പേജിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് കുഞ്ഞിച്ചിരുത തിങ്ക് ഇറ്റ് വാസ് റൂഡ് ടു കോൾ പ്രകാശ് ബൈ നെയിം? എന്തുകൊണ്ടാണ് കുഞ്ഞിച്ചിരുതയ്ക്ക് പ്രകാശിൻ്റെ പേര് വിളിക്കുന്നത്? അതായത് അവിടെയുള്ള ആൾക്കാരൊക്കെ മിസ്റ്റർ പ്രകാശ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ അവർക്ക് മര്യാദക്കേടായി തോന്നിയത് എന്തുകൊണ്ടാണ്? കാരണം അവൾ കേരളത്തിലായിരുന്നെങ്കിൽ പ്രകാശിനെ അവൾ ആദരവോടെ പ്രകാശ് അങ്കിൾ എന്നായിരുന്നു വിളിക്കുക. മിസ്റ്റർ പ്രകാശ് എന്ന് ജസ്റ്റ് പേര് വിളിക്കില്ലായിരുന്നു. കുഞ്ഞിച്ചിരുത തോട്ട് ഇറ്റ് വാസ് റൂഡ് ബിക്കോസ് ഇൻ കേരള ഷീ വുഡ് ഹാവ് respectfully called him Prakash uncle, not just Prakash or by name. അടുത്ത ക്വസ്റ്റ്യൻ, what was കുഞ്ഞിച്ചിരുതാസ് റിയാക്ഷൻ when Prakash pronounced her name correctly? പ്രകാശ് അവളുടെ പേര് ശരിയായിട്ട് ഉച്ചരിച്ചപ്പോൾ അവളുടെ റിയാക്ഷൻ എന്തായിരുന്നു? കുഞ്ഞിച്ചിരുത വളരെ സന്തോഷിച്ചു അല്ലേ? എന്നിട്ട് അവൾ തല കുനിച്ചു സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. ഷീ നോഡഡ് ഹെർ ഹെഡ് ആൻഡ് ബീംഡ് അറ്റ് ഹിം ഹാപ്പിലി. ഓക്കെ, ഈ പേജിൽ വരുന്ന കുറച്ച് വേർഡ്സും അതിൻ്റെ മലയാളം മീനിങ്ങും ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പേജ് നോക്കാം. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. പ്രകാശ് പെട്ടെന്ന് മലയാളം ഭാഷയിലേക്ക് മാറി. സ്വിച്ച്ഡ് ഓവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ മാറുന്നതിനാണ്. ഡു ചിൽഡ്രൻ സ്റ്റിൽ ഹാവ് നെയിംസ് ലൈക്ക് കുഞ്ഞിച്ചിരുത? കുഞ്ഞിച്ചിരുത പോലുള്ള പേരുകൾ ഇപ്പോഴും കുട്ടികൾക്കുണ്ടോ? ഹി വണ്ടേർഡ് അലൗഡ്. അദ്ദേഹം ഉറക്കെ അതിശയത്തോടെ ചോദിച്ചു. പ്രകാശ് വാസ് നോട്ട് ദി ഫസ്റ്റ് പേഴ്സൺ ടു വണ്ടർ അബൌട്ട് കുഞ്ഞിച്ചിരുതാസ് നെയിം. അവളുടെ പേരിനെ പറ്റിയിട്ട് അതിശയപ്പെടുന്ന ആദ്യത്തെ ആളല്ല പ്രകാശ്. ഷീ ഹാഡ് ഫേസ്ഡ് ദി ക്വസ്റ്റ്യൻ സെവറൽ ടൈംസ് ആഫ്റ്റർ ഷീ ബിക്കം ഓൾഡ് ഇനഫ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഇതിനെക്കുറിച്ച് പറയാൻ പ്രായമായ മുതൽ അവൾ ഒരുപാട് പ്രാവശ്യം ഇത്തരം ചോദ്യങ്ങൾ അവൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഷീ ന്യൂ വെരി വെൽ ഹൗ ഷീ ഗോട്ട് ഹെർ നെയിം. അവൾക്ക് എങ്ങനെയാണ് ഈ പേര് കിട്ടിയതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. സോ ഷീ ടോൾഡ് ഹിം അബൌട്ട് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹൂ ബിക്കേം എ സ്കൂൾ ടീച്ചർ അറ്റ് ദി ഏജ് ഓഫ് 18. അതുകൊണ്ട് 18-ാം വയസ്സിൽ സ്കൂൾ ടീച്ചർ ആയിട്ടുള്ള അവളുടെ ഗ്രാൻഡ് മദറിനെ കുറിച്ചിട്ട് അവൾ പ്രകാശിനോട് പറഞ്ഞു.
ഷീ ഹാഡ് ഓൺലി സീൻ എ ഫേഡിങ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ. അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു മങ്ങിയ ഒരു ഫോട്ടോഗ്രാഫ് മാത്രമാണ് അവൾ കണ്ടിട്ടുള്ളത്. കുഞ്ഞിച്ചിരുത ലേറ്റർ ലേൺഡ് ഫ്രം അമ്മ ദാറ്റ് പ്രകാശ് ബിലോങ്ഡ് ടു എ വില്ലേജ് നോട്ട് ഫാർ ഫ്രം ഹെർ ടൗൺ. ശേഷം കുഞ്ഞിച്ചിരുടെ അമ്മയിൽ നിന്നും മനസ്സിലാക്കിയത് പ്രകാശ് അവളുടെ ഗ്രാമത്തിൽ നിന്നും ഒരുപാട് ദൂരെ അല്ലാത്ത ഒരു പ്രദേശത്ത് നിന്നുള്ളതാണെന്നാണ്. ഹി ഹാഡ് അറൈവ്ഡ് ഇൻ അമേരിക്ക ഓൾമോസ്റ്റ് ഹാഫ് എ സെഞ്ചുറി എഗോ. ഏകദേശം 50 വർഷത്തിന് മുൻപേ ആയിട്ട് അദ്ദേഹം അമേരിക്കയിൽ വന്നെത്തിയതാണ്. എ ഫ്യൂ ഡേയ്സ് ബിഫോർ ദി സ്പ്രിംഗ് ബ്രേക്ക് എ ഗേൾ നെയ്മഡ് ഓന്റോനെറ്റ് took admission in കുഞ്ഞിച്ചിരുതാസ് ക്ലാസ്. അങ്ങനെ കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിലേക്ക് ഓന്റോനെറ്റ് എന്ന് പറഞ്ഞ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തു വന്നു. ഷീ വാസ് ഫ്രം എ സിറ്റി കാൾഡ് മാർസെയിൽസ് ഇൻ ഫ്രാൻസ്. അവളുടെ ഫ്രാൻസിലെ മാർസെയിൽസ് എന്ന സിറ്റിയിൽ നിന്നുള്ളതായിരുന്നു. ഹെർ മദർ വാസ് വർക്കിംഗ് ഇൻ എ മൾട്ടിനാഷണൽ കമ്പനി. അവളുടെ അമ്മ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഷീ വാസ് ഗിവൺ എ ന്യൂ പ്രൊജക്റ്റ് ഇൻ ന്യൂ ജേഴ്സി. അവൾക്ക് പുതിയൊരു പ്രൊജക്റ്റ് ന്യൂ ജേഴ്സിയിൽ കിട്ടി. സോ ദ ഫാമിലി ഹാഡ് റെലൊക്കേറ്റഡ്. അതുകൊണ്ടാണ് ആ ഒരു കുടുംബം ഇവിടേക്ക് താമസം മാറ്റിയത്. റെലൊക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ താമസം മാറ്റി എന്നാണ്. ഓങ്തോനെറ്റ് ആൻഡ് കുഞ്ഞിച്ചിരുത സൂൺ ബിക്കേം ഫ്രണ്ട്സ്. ഓങ്തോനെറ്റും കുഞ്ഞിച്ചിരുതയും ഫ്രണ്ട്സായി. കുഞ്ഞിച്ചിരുത വാസ് അമ്യൂസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ഹെർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാഡ് ട്രബിൾ പ്രൊനൗൺസിങ് ഓന്തോനെറ്റ്സ് നെയിം ടു. ഓന്തോനെറ്റ്സിന്റെ നെയിം പറയാനും അവളുടെ അധ്യാപകരും സഹപാഠികളും പ്രയാസം അനുഭവപ്പെടുന്നത് കണ്ടപ്പോൾ അവർക്ക് ഒരു രസം ആന്റോണിറ്റിന്റെ പേരും പറയാൻ പ്രയാസമുണ്ടെന്ന് അവർക്ക് കൂടുതൽ ആൾക്കാരും തോന്നുന്നത് കണ്ടപ്പോൾ കുഞ്ഞിച്ചിരുതയ്ക്ക് ഒരു രസം തോന്നുന്നത്. ഒരുപാട് ആൾക്കാരും അവരുടെ പേര് ഇങ്ങനെയാണ് ഓന്തോനെറ്റിൽ നിന്ന് മനസ്സിലാക്കി അവളുടെ പേര് അങ്ങനെ കുഞ്ഞിച്ചിരുത ആ ഒരു രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഷീ ഫൗണ്ട് ടു ഹെർ സർപ്രൈസ് ദാറ്റ് ഷീ ഗോട്ട് ഇറ്റ് റൈറ്റ് ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ്. അങ്ങനെ കുറച്ച് പ്രാവശ്യത്തിന് ട്രയലിന് ശേഷം അവൾക്ക് അത് അത്ഭുതകരമായിട്ട് പറയാൻ സാധിച്ചു. She was equally surprised to find Antoinette pronouncing her name fairly well, especially the കുഞ്ഞിച്ചിരുതക്കും അതിശയമായി. അതായത് ഓന്തോണെറ്റ് അവളുടെ പേരും ശരിയായ രീതിയിലാണ് ഉച്ചരിക്കുന്നത്. പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ആ ഒരു NH വരുന്ന ഒരു ഭാഗം. ഓങ്തോണെറ്റ് വിസിറ്റഡ് കുഞ്ഞിച്ചിരുത അറ്റ് ഹെർ ഹോം എ ഫ്യൂ ഡേയ്സ് ലേറ്റർ. ഓങ്തോണെറ്റ് കുഞ്ഞിച്ചിരുതയുടെ വീട്ടിൽ സന്ദർശിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിച്ചിരുതയുടെ വീട് സന്ദർശിച്ചു. കുഞ്ഞിച്ചിരുത ഫൗണ്ട് ടു ഹെർ അമ്യൂസ്മെന്റ് ദാറ്റ് അമ്മ കുഡ് നോട്ട് സേ ഓങ്തോണെറ്റ്സ് നെയിം റൈറ്റ്. അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ അമ്മയ്ക്കും എന്താണ് ഓങ്തോണെറ്റിന്റെ പേര് ശരിക്കും പറയാൻ സാധിക്കുന്നില്ല. സോ ഷീ ഹാഡ് ടു ബിക്കം ഹെർ മദേഴ്സ് ലാംഗ്വേജ് ടീച്ചർ ഫോർ എ മൊമെൻറ്റ്. അപ്പോൾ എന്താണ് കുഞ്ഞിച്ചിരുതയ്ക്ക് ഒരു നിമിഷത്തേക്ക് അവളുടെ അമ്മയുടെ ഭാഷയുടെ അധ്യാപികയായി മാറേണ്ടി വന്നു. സോ ഇത്രയുമാണ് നിങ്ങളുടെ കഥ വരുന്നത്. കുഞ്ഞിച്ചിരുതയുടെയും ഓങ്തോനെറ്റിൻ്റെയും പേരിൻ്റെ വിസ്മയങ്ങൾ, അതായത് അവരുടെ പേരിൻ്റെ ആർക്കും പറയാൻ പറ്റാത്തതിൻ്റെ ആ ഒരു പ്രയാസവും അവരുടെ പേരിൻ്റെ പ്രത്യേകതകളൊക്കെ ആണല്ലോ ലാസ്റ്റ് ഭാഗത്തേക്ക് പറയുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു റെഡ് ഹെഡ് കമൻ്റ് ആയിട്ട് ഇടണേ. നമുക്കിനി ഈ പേജിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ വാസ് പ്രകാശ് സർപ്രൈസ്ഡ് അറ്റ് കുഞ്ഞിച്ചിരുതാസ് നെയിം? കുഞ്ഞിച്ചിരുതയുടെ പേര് പ്രകാശിനെ അതിശയിപ്പിച്ചത് എന്തുകൊണ്ട്? കാരണം കുഞ്ഞിച്ചിരുത എന്നുള്ളത് ഒരു ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ഒരു പഴയ ഒരു മോഡൽ പേരായിരുന്നു. അത് അത്ര കോമൺ അല്ലായിരുന്നു. അങ്ങനെ ഇത് ഇപ്പോഴും കുട്ടികൾക്ക് ഇതുപോലെയുള്ള പേരുകൾ ഇടുന്നുണ്ട് എന്ന് അദ്ദേഹം അതിശയിച്ചു. സോ നമുക്ക് ആൻസർ എഴുതാം. പ്രകാശ് വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് കുഞ്ഞിച്ചിരുത ഈസ് ആൻ ഓൾഡ് ഫാഷൻഡ് ആൻഡ് അൺകോമൺ നെയിം and he wondered whether children still had names like that. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് കുഞ്ഞിച്ചിരുത ഗെറ്റ് ഹെർ നെയിം? കുഞ്ഞിച്ചിരുതയ്ക്ക് അവളുടെ പേര് എങ്ങനെയാണ് കിട്ടിയത്? കുഞ്ഞിച്ചിരുതയ്ക്ക് അവളുടെ പേര് അവളുടെ ഗ്രാൻഡ് മദർ നിന്നാണ് അല്ലേ കിട്ടിയിട്ടുള്ളത്. കുഞ്ഞിച്ചിരുത ഗോട്ട് ഹെർ നെയിം ഫ്രം ഹെർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഹൂ ബിക്കം എ സ്കൂൾ ടീച്ചർ അറ്റ് ദി ഏജ് ഓഫ് 18. 18-ാം വയസ്സിൽ ടീച്ചറായിട്ടുള്ള അവളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ നിന്നാണ് അവൾക്ക് ഈ പേര് ലഭിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് സർപ്രൈസ്ഡ് കുഞ്ഞിച്ചിരുത വെൻ ഓങ്തോനെറ്റ് പ്രൊനൗൺസ്ഡ് ഹെർ നെയിം റൈറ്റ്? ഓങ്തോനെറ്റ് അവളുടെ പേര് ശരിയായി പറഞ്ഞപ്പോൾ കുഞ്ഞിച്ചിരുതയെ എന്താണ് അതിശയപ്പെടുത്തിയത്? ഓങ്തോനെറ്റ് അവളുടെ പേര് നന്നായിട്ട്
പറഞ്ഞപ്പോൾ അതായത് എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഭാഗമാണ് അത് സൗണ്ട് വരുന്നത്. ആ ഒരു സ്ഥലം കൂടി അവൾ നന്നായിട്ട് ഉച്ചരിച്ചപ്പോഴാണ് അവളെ അതിശയപ്പെടുത്തിയത്. കുഞ്ഞിച്ചിരുത വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് ഓങ്ടോണറ്റ് could pronounce her name fairly well, especially the difficult sound. ഇനി ഈ സ്റ്റോറിയിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു യു തിങ്ക് ഓങ്ടോണറ്റ് വാസ് ഏബിൾ ടു പ്രൊനൗൺസ് കുഞ്ഞിച്ചിരുദാസ് നെയിം ഫെയർലി വെൽ? എന്തുകൊണ്ടാണ് ഓങ്ടോണറ്റിന് അവളുടെ പേര് കുഞ്ഞിച്ചിരുതയുടെ പേര് നന്നായി പറയാൻ സാധിച്ചത്? കാരണം അവൾ നന്നായിട്ട് ഉച്ചരിക്കാൻ ശ്രമിച്ചു അല്ലേ, വ്യക്തമായിട്ട് കേട്ടു, എന്നിട്ട് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ അവൾ ശ്രമിച്ചു, ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു. Antoinette was able to pronounce Kunnichiruda's name fairly well because she listened carefully, learned the correct pronunciation and tried sincerely to say it properly. സോ ഇത്രയുമാണ് നെയിംസ് ആൻഡ് നെയിംസ് എന്നൊരു ചാപ്റ്റർ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്, അത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടവർ നിങ്ങൾ കമൻറ്റിൽ ലിങ്ക് എന്ന് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് ക്ലാസ് 6 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ നമ്മൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.